നമസ്കാരം. അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു മഹാനാണ് ഡോക്ടർ അരുൺകുമാർ എന്നു പേരുള്ള റിപ്പോർട്ടർ ചാനലിലെ ബുദ്ധിജീവി. പണമാണ് എല്ലാത്തിനും വലുത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ആദർശം പറഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി കള്ളന്മാരുടെ കപ്പലിൽ കയറി മോഷണ വസ്തുവിൽ പങ്കുപറ്റുന്ന ഒരു മഹാനാണ് ഈ അരുൺകുമാർ എന്ന് മറക്കരുത്. കുത്തിത്തിരിപ്പാണ് അദ്ദേഹത്തിന് എക്കാലത്തെയും ഏറ്റവും ഇഷ്ടമുള്ള ശീലം. പിണറായി വിജയനേക്കാൾ ഉറപ്പായിരുന്നു മൂന്നാമത് വീണ്ടും ഇടതു ഭരണം വരുമെന്ന് അരുൺകുമാറിനെ. അതിൻ്റെ കാരണങ്ങൾ നിരത്തുകയായിരുന്നു നിരന്തരം അരുൺകുമാറിൻ്റെ പണി. പക്ഷെ ജനങ്ങൾ കൂവി ഓടിച്ചു. അരുൺകുമാർ പറഞ്ഞതെല്ലാം ആറ്റിലെറിഞ്ഞ് ജനങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ പിണറായിയെ തല്ലി ഓടിച്ചു. പക്ഷെ എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ, നാണമില്ലാതെ മരമുറി കള്ളന്മാരുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് അരുൺകുമാർ നുണ തട്ടിവിട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കിടെ മേമ്പടിയായി വിവരക്കേടുകൾ വിളമ്പുക ഈ മഹാന്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ പ്രളയമുണ്ടായിരുന്നപ്പോൾ പട്ടിണി കിടക്കാതെ വി.ഡി. സതീശൻ ഭക്ഷണം കഴിച്ചത് മഹാ അപരാധമായി പോയി എന്നാണ് കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അരുൺകുമാറിനെ ക്ഷോഭിപ്പിച്ചത് വി.ഡി. സതീശൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതിനാണ്. ഈ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയ വി.ഡി. സതീശൻ എന്തുകൊണ്ട് മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോയില്ല എന്ന് ചോദിച്ച് അരുൺകുമാർ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ഈ അരുൺകുമാറിന്റെ ദീനരോധനം കേട്ടപ്പോൾ എനിക്കും തോന്നി അത് ശരിയല്ലല്ലോ. ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി കോഴിക്കോട് വരെ പോയത്, അതും പ്രത്യേകിച്ച് പ്രളയകാലത്ത്, ശരിയല്ലല്ലോ എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് അരുൺകുമാർ പറഞ്ഞ ബൈ മി എ കോഫി എന്ന കാപ്പിക്കടയുടെ വിശദാംശങ്ങൾ തിരയാൻ തീരുമാനിച്ചു. അതിനിടയിലാണ് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫിൻ്റെ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടോം ജോസഫ് ഇങ്ങനെ എഴുതി: കേരളത്തിന് മുഖ്യമന്ത്രി ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളും പരിഹാസങ്ങളും കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. പറയുന്ന വിഷയം എന്താണെന്ന് ചുരുങ്ങിയതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനുള്ള ഒരു സൗമ്യനിസമെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ യുവ സ്റ്റാർട്ടപ്പ് സംരംഭകരെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ബൈ മി എ കോഫി? ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്രിയേറ്റർമാർക്ക് അവരുടെ ആരാധകരുമായി കണക്ട് ചെയ്യാനും വരുമാനം കണ്ടെത്താനും സാധിക്കുന്ന US-ലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട ആഗോള ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണിത്. ആഹാ, ഇത് കാപ്പിക്കടയല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. കോഴിക്കോട് ജില്ലയിൽ കക്കോടി സ്വദേശികളായ ജിജോ ജോസഫ് എന്നീ 2 മലയാളി ചെറുപ്പക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. സാൻ ഫ്രാൻസിസ്കോയിലെ ലോക പ്രശസ്ത ടെക്സ് ആക്സിലറേറ്ററായ വൈ കോമ്പിനേറ്ററിലേക്ക് 10,000-കണക്കിന് ആപ്ലിക്കേഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവർ. കേരളത്തിൽ നിന്ന് ആദ്യമായി വൈ കോമ്പിനേറ്റർ ഇടം പിടിച്ച സ്റ്റാർട്ടപ്പ് എന്ന ചരിത്ര നേട്ടവും ഇവർക്കുണ്ട്. ആഗോളതലത്തിൽ ഏകദേശം 400 കോടിയിലധികം രൂപയുടെ ബിസിനസ് നടക്കുന്ന പ്ലാറ്റ്ഫോം. ആഗോള ഫിൻടെക് ഭീമന്മാരായ സ്ട്രൈപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിക്ഷേപം നടത്തിയിട്ടുള്ള വൻ സംരംഭം. ഈ വർഷം ആദ്യം ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വെച്ച് മിടുക്കരായ ചെറുപ്പക്കാരുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. ഇത്രയും വലിയൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൻ്റെ ബാക്ക് ആൻഡ് ഓഫീസ് രാജ്യത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് തുടങ്ങാമായിരുന്നു. എന്നാൽ സ്വന്തം നാടായ കോഴിക്കോട് തന്നെ അത് സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചുവെന്നത് മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിനെയാണ് ഒരു കാപ്പിക്കട എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. കാപ്പിക്കട ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങിലേക്കാണ് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി എത്തിയത്. പ്രകൃതി ദുരന്തങ്ങളോ പ്രളയമോ ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല ഇത്തരം ചടങ്ങുകൾ നിശ്ചയിക്കുന്നത്. ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അവിടങ്ങളിൽ മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടയിൽ ഇത്തരം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു ടെക് സംരംഭത്തിന് പിന്തുണ നൽകാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. എന്നാൽ ആഗോളതലത്തിൽ കേരളത്തിൻ്റെ പേര് ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോമിനെ കേവലം ഒരു കാപ്പിക്കട എന്ന് വിശേഷിപ്പിച്ച് അധിക്ഷേപിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെയും അതിനായി പ്രയത്നിക്കുന്ന ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസത്തെയുമാണ് തകർക്കുന്നത്. ഇനി കാപ്പിക്കടയുടെ പേര് പറഞ്ഞ് വില കുറഞ്ഞ വിമർശനങ്ങൾ നടത്തുന്നവർ ഓർക്കുക, ബൈ മി എ കോഫി ഒരു കാപ്പിക്കടയല്ല. മലയാളി ചെറുപ്പക്കാർ ലോകത്തിനു മുന്നിൽ തീർത്ത വൻ സാങ്കേതിക വിപ്ലവമാണ്. സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഇത്തരം സംരംഭങ്ങളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇതേ ജെയിൻ യൂണിവേഴ്സിറ്റി 2 വർഷം മുമ്പ് അവരുടെ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമായി പത്രങ്ങളുടെ 1-ാം പേജിൽ ഒരു പരസ്യം ചെയ്തപ്പോൾ 2050-ലെ പത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു പരസ്യം കൊടുത്തപ്പോൾ അതിലെ നോട്ടു നിരോധനത്തിൻ്റെ വാർത്ത വായിച്ച് സത്യമാണെന്ന് വിശ്വസിച്ച് അത് വിളിച്ചു പറഞ്ഞ ഇതേ അരുൺകുമാറിനെയാണ്.
വിവരമില്ലാത്തവർ മാധ്യമപ്രവർത്തകരാവരുതേ എന്ന് നിയമമൊന്നുമില്ല. വിവരമില്ലാത്തവർക്ക് വിവരം അഭിനയിക്കരുതേ എന്നും നിയമമില്ല. അതുകൊണ്ട് അരുൺകുമാർ ഈ വിവരക്കേട് വിളമ്പട്ടെ. ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ വീടുകളിൽ പോവുകയല്ല മുഖ്യമന്ത്രിയുടെ ജോലി. അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമുണ്ട്. ദുരന്തത്തെ തടയുക, ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ളത് ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നാടിൻ്റെ വികസനത്തിന് അനുകൂലമായൊരു പദ്ധതിയും വേണ്ടെന്ന് വയ്ക്കേണ്ടതില്ല. ഈ കാപ്പിക്കട നാടിന് വലിയ അഭിമാനമാണെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോവുക തന്നെ വേണം. 400 കോടിയുടെ ഇടപാട് നടത്തുന്ന ഈ കാപ്പിക്കടയെക്കുറിച്ച് അങ്ങനെയെങ്കിലും നാട്ടുകാർ അറിഞ്ഞതിൽ അവരഭിമാനിക്കുന്നുണ്ടാവും. എന്താണ് ഈ കാപ്പിക്കട എന്ന് അതിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളായ ജോസഫിനോട് ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക. നമസ്കാരം ജോസഫ്. നമസ്കാരം. നമസ്കാരം. അപ്പം സംസാരിക്കാൻ സാധിച്ചതിന് ആദ്യം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങളെ പോലെ സംരംഭകര് ഇങ്ങനെ നവീന ആശയങ്ങൾ കൊണ്ട് കേരളത്തെ എത്തിച്ചൊന്ന് ഇങ്ങനെ വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളതിൽ ഖേദവും പ്രകടിപ്പിക്കുന്നു ആദ്യം തന്നെ. അങ്ങനെയെങ്കിലും അറിയുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ എനിക്കൊന്ന് വിശദീകരിക്കാമോ, എന്താണ് ഈ നമ്മുടെ ഈ ബൈ മി എ കോഫി എന്ന് പറയുന്നത്, എന്താണെന്ന് വിശദീകരിക്കാൻ പോയത്? വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളൊരു ടിപ്പിംഗ് വെബ്സൈറ്റ് ആണ്. അതായത് നമ്മളിപ്പോ ഊബറിലോ അല്ലെ നമ്മൾ ആരുടെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ബില്ലിന്റെ ഒപ്പം തന്നെ നമ്മൾ ടിപ്പ് കൊടുക്കില്ലേ, അതേപോലെ ഓൺലൈനിലെ ക്രിയേറ്റേഴ്സ് ഇപ്പോ ആക്ടിവിസ്റ്റുകളാവാം, ആർട്ടിസ്റ്റുകളാവാം, യൂട്യൂബേഴ്സ് ആവാം, പോഡ്കാസ്റ്റേഴ്സ് ആവാം, അവരെ ഇഷ്ടമുള്ള ആൾക്കാരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ അവരെ ടിപ്പ് കൊടുക്കും. കാര്യം പരസ്യ വരുമാനം കുറവാണെന്ന് ഇപ്പോ സാറിന് അറിയാലോ. അപ്പൊ ചെറിയ ശതമാനം ഉള്ളൂ. അപ്പൊ അതിന് പുറമെ ടിപ്പ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞങ്ങൾ 2017 തുടങ്ങുമ്പോൾ ഇതൊരു ഫ്രണ്ട്ലി ഒരു ചെറിയ സൈഡ് പ്രൊജക്ട് ആയിട്ട് ചെയ്തതാണ്. ആ ടേം US ഓൾറെഡി ഫെബ്രുവരി ആയിരുന്നു. എനിക്കൊരു കാപ്പി വാങ്ങിച്ചു തരും എന്നുള്ളത്, അല്ല എനിക്കൊരു ബിയർ വാങ്ങിച്ചു തരും, ബൈ മി എ ബിയർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഓൾറെഡി പേപ്പാളിന്റെ ലിങ്ക് ഒക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ഐഡിയ എടുത്തിട്ട് പ്രൊഡക്റ്റ് ആക്കി. ഇപ്പൊ ഇന്ന് 3 മില്യണിലധികം 30 ലക്ഷത്തിലധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 50,000-ഓളം പേര് പ്രതിമാസ വരുമാനവും ഇന്നുണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അതെങ്ങനെ, ഇപ്പൊ ഞാനൊരു യൂട്യൂബറാണ്, അപ്പൊ എനിക്ക് എങ്ങനെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റും? അതില് ബൈമി കോഫി സൈറ്റിൽ പോയിട്ട് buymecoffee.com പോയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് buymecoffee.com/ ഇപ്പൊ മറുനാടൻ മലയാളിന്നോ അല്ലെ ഷാജൻസ് കറിയാന്ന് കിട്ടും. ആ ലിങ്ക് എടുത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലും ബയോ ലിങ്കിൽ വെക്കാന്നുള്ള കാര്യം മാത്രം മതി. പേര് കണ്ടാൽ തന്നെ ഒരുവിധ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് US UK ഈ ടിപ്പിംഗ് കൾച്ചറുള്ള രാജ്യങ്ങളുള്ള മലയാളികൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കോഫി വാങ്ങിച്ചിട്ടുള്ള സ്ഥലമോ അല്ലെ. ഈ കോഫി എന്ന് പറയുന്നത് ശരിക്കുള്ള കാശാ. നമ്മളൊരു ഫ്രണ്ട്ലി ആക്കി എന്നുള്ള ടേം, കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ഒരു ഔചിത്യം അല്ലെ ഒരു അപകർഷതാബോധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പേരുണ്ടെന്നേ ഉള്ളൂ. അല്ലല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ഉപഭോക്താവ്, അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു ഒരു തോമസ് എന്ന് പറയുന്ന ഒരാളാണ് മറുനാടന്റെ പ്രേക്ഷകൻ. അയാൾക്ക് ഏതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു സാധനത്തിൽ ഞാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ? ഈ സാധനത്തിൽ ചേർന്ന് കഴിഞ്ഞാല് ആ ലിങ്ക് ഇടുമ്പോ ഫാൻസ് ആണത് ഉപയോഗിക്കുക, നമ്മുടെ ഓഡിയൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളൊരു വലിയൊരു ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാൻ പാടില്ലെന്ന് അറിയില്ല. CJPയുടെ ഒരുവിധ എല്ലാ വലിയ ആക്ടിവിസ്റ്റുകളും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്നു കേട്ടോ. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളവർ, അവര് ലക്ഷക്കണക്കിന് രൂപ അതുവഴി സമ്പാദിക്കുകയും ചെയ്തു അവരുടെ ഫാൻസിലിടുന്ന കാര്യം. ബുദ്ധിമുട്ടുള്ള ഇവിടെ ഭക്ഷണം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ കൊടുത്തായിരിക്കാം. അപ്പോ CJPയുടെ ഒരുവിധ എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ അവരുടെ ബയോയില് കുറെ ലിങ്കുകളുടെ കൂടെ ബൈ മി കോഫിയുടെ ലിങ്ക് കാണാൻ പറ്റും. ശരി. അങ്ങനെ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ഒരു ഫാൻ, മറുനാടന്റെ ഒരു ഫാൻ വേണമെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് തന്നാൽ ആ പേയ്മെന്റില് നിങ്ങളുടെ ഒരു നിശ്ചിത കമ്മീഷൻ ഒഴിച്ച് എനിക്ക് തരും. അപ്പൊ ഞാൻ അക്കൗണ്ട് എടുത്താൽ എന്റെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് എന്റെ പരിപാടി. ഓക്കെ. ഇനി അടുത്തത് എന്നോട് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റി ടോമോട് സംസാരിച്ച് ടോം പറഞ്ഞു, ഞാനൊരു ക്രിയേറ്റർ ആണെങ്കിൽ, ഉദാഹരണത്തിന് ഞാനൊരു പോസ്റ്റർ ഡിസൈനർ ആണെങ്കിൽ, ഇവിടെ വന്ന ആളുകൾക്ക് ഈ പോസ്റ്റർ ഡിസൈനേഴ്സിനെ നോക്കുന്നവർക്ക് ഇതിന്റെ അകത്ത് വന്ന് സെലക്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതെങ്ങനെ പറയാവുന്ന? ഇല്ല, ഞങ്ങള് ക്രിയേറ്റർ ആണെങ്കിൽ ക്രിയേറ്റേഴ്സിന് വേണേൽ പറയാം, ബിസിനസ് ടൂളുകൾ ഇവിടെ ഉണ്ട്. മെമ്പർഷിപ്പ് വേണേൽ തുടങ്ങാം, അതായത് മാസം പൈസ വാങ്ങിക്കുന്ന പരിപാടി തുടങ്ങാം. ഇപ്പൊ ഒരു വൺ ടൈം അല്ലേ, പക്ഷെ ഞങ്ങൾ ആലോചിച്ച സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവില്ലല്ലോ അത് ക്രിയേറ്റേഴ്സിന്. അപ്പൊ മാസം പൈസ വാങ്ങിക്കുന്ന കാര്യം ചെയ്യാം. അതേപോലെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാം. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഷോപ്പിഫൈ സ്റ്റോറും തുടങ്ങേണ്ട ആവശ്യമില്ല, ഇതിനകത്തോട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം ഈ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതിന്റെ മെയിൻ ടൂള് ടിപ്പിംഗ് ആണ്, പക്ഷെ മെമ്പർഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഇത് ഒരു അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തു അല്ലെ? അങ്ങനെയാണല്ലോ. അമേരിക്കൻ കമ്പനി ആയിട്ടാണ് ഞങ്ങൾ തുടക്കം മുതലേ തുടങ്ങി 2017 തുടങ്ങിയത്. അതെങ്ങനെയാ നിങ്ങളുടെ തുടക്കം എന്ന് പറയാമോ?
ഞങ്ങള് UK താമസിക്കുകയായിരുന്നു. അപ്പോ കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും. ജനിച്ച കരുവാരകുണ്ട് മലപ്പുറത്ത്. അപ്പോ 2015 കാലഘട്ടത്തിൽ UK പോയി അവിടെ നിന്നാണ് ഞങ്ങൾ ഐഡിയ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു സൈഡ് പ്രൊജക്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു 2017. ആ സമയത്ത് ഇറക്കിയപ്പോ തന്നെ ഭാഗ്യവശാൽ അത് ഹിറ്റായി. കാര്യം ആ പേര് എല്ലാവരിലും ഒരു ഉണർത്തുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് ചോദിച്ചിട്ടും അതിൽ ഷെയർ ചെയ്തിട്ട് ഹിറ്റായി. അത് മാത്രമല്ല, ഇത് എവിടെ കൊണ്ട് ലിങ്ക് വെക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ കാണുവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ യൂട്യൂബ് ചാനൽ വെച്ചാൽ കൂടുതൽ ആൾക്കാർ അത് കാണും. അപ്പൊ നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാണ്ട് തന്നെ വളരുന്നൊരു ഇത് ഉണ്ടായിരുന്നു, ഭാഗ്യമുണ്ടായി. അപ്പൊ അത് പെട്ടെന്ന് വളർന്നു. ഇപ്പൊ ഞങ്ങൾ ആ സമയത്ത് US ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെന്റ് കമ്പനിയായ സ്ട്രൈപ്പ് ആണത്. ഊബറൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രൈപ്പിനെയാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സ്ട്രൈപ്പിനെയാണ്. അപ്പൊ അവര് നമ്മളിൽ ആദ്യത്തെ ഇൻവെസ്റ്റർ ആയിട്ട് 2018 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ US ഡെലവേർ സി കോർപ്പറേറ്റ് രജിസ്റ്റർ ചെയ്തു. 2019 നമ്മൾ വൈ കോമ്പിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും റെസ്പെക്ടഡ് ആയ ഇൻവെസ്റ്റർ അവരാണ്. വൈ കോമ്പിനേറ്റർ, YC എന്ന് വിളിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ Airbnb അവരെ ഫണ്ട് ചെയ്തത്. അപ്പൊ അവര് കേരളത്തിന് ആദ്യമായിട്ട് ഫണ്ട് ചെയ്യുന്നത് ബൈ മീ കോഫി ആയിരുന്നു. അതൊന്നൊരു വാർത്തയായിരുന്നത്. എന്നിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള സ്ഥാപനം ഇപ്പോഴും നമ്മുടെ തന്നെ. സ്ഥാപനം ഇപ്പോഴും നമ്മുടെ തന്നെ 85% സ്ഥാപനം എന്റെ ബ്രദർ, എന്റെ ആ സമയത്ത് പാർട്ണർ, ഇപ്പൊ എന്റെ വൈഫ്, ഞങ്ങൾ 3 പേരുമാണ് കമ്പനിയുടെ ഓണേഴ്സ്. അതെ. ഓക്കെ ജോസഫ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.